വയനാട് എന്തുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയിലും ടെൻഷനിലുമാണ് ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ. സുബൈർ ബാപ്പു കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് പോളിംഗ് ശതമാനം കുറയും, അതോടൊപ്പം തന്നെ BJPയിലെ വോട്ടിംഗ് ശതമാനവും കുറയുന്നു. BJPയുടെ കുറയുന്ന ഞാൻ കരുതിയിരുന്നു, പക്ഷെ എല്ലാ പാർട്ടിക്കാരും കുറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം. കാരണം എന്താ അറിയെങ്കിൽ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, നമ്മളിങ്ങനെ വോട്ട് ചെയ്ത് ഇവർക്ക് 2 ലക്ഷം റുപ്യ സമ്പാദിക്കാൻ, 2 ലക്ഷം റുപ്യ മാസ വരുമാനം, ഇന്നോവ കാർ, AC റൂം ഒക്കെ നമ്മൾ വോട്ട് ചെയ്തിട്ടാണല്ലോ കിട്ടുന്നത്. എന്താണ് ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ട് സാധാരണക്കാരന് എന്ത് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. പഴയ കാലമൊന്നുമല്ല. മുമ്പൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ എന്താ പറയാ, നമ്മുടെ അഹമ്മദും ടീമൊക്കെ ആയിരുന്നു. ഈ പരിസരങ്ങളിൽ വരില്ലായിരുന്നു ഇവര് ഒരു കാലത്ത്, അല്ലെ? സേട്ടു സാഹിബൊക്കെ ഇങ്ങോട്ട് വോട്ട് ചോദിക്കാൻ തന്നെ വരില്ലായിരുന്നു, കുത്തകയായിരുന്നു. കാരണം കോണിച്ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വോട്ട് കുത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ അവിടെ ലീഗിന്റെ മണ്ഡലമായിട്ടായിരുന്നു ഇരുന്നത്. ഇതിപ്പോ വയനാട് ഇപ്പൊ കോൺഗ്രസിന്റെ മണ്ഡലമായി മാറി. ഞങ്ങൾക്ക് നിൽക്കുന്നത് ലീഗിന്റെ മണ്ഡലമായിരുന്നു. കോണി കണ്ടു കഴിഞ്ഞാൽ അവിടെ കടന്നു വീഴുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് അതല്ല. ഇന്ന് പ്രായം ആൾക്കാർക്ക് ആ പഴയ കാല തലമുറ പോയി, ഇത് പുതിയ തലമുറയാണ്. ജനങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാണ്, എന്താണ് ഇപ്പൊ നമുക്ക് ഇവരെ കൊണ്ട് ജയിപ്പിച്ച് വിട്ടതുകൊണ്ട് എന്ത് ഉപകാരം കിട്ടി? ഈ MLA ഉണ്ടായിട്ട് നമുക്ക് എന്ത് ഉപകാരം കിട്ടി? ഒരു അടിസ്ഥാനപരമായ റോഡ് പണി ഇതുപോലും ഇന്ന് നേരവണ്ണം നടക്കുന്നില്ല. കേരളത്തിൽ ഉടനീളങ്ങൾ സഞ്ചരിച്ച് നോക്ക്, MP ഫണ്ടും MLA ഫണ്ടും എല്ലാ ഫണ്ടും ഉണ്ട്, രാജ്യസഭ MP ഫണ്ടും കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ പെരിന്തൽമണ്ണ, അതായത് പാണ്ടിക്കാട് മുതൽ അല്ലെങ്കിൽ പാണ്ടിക്കാട് മുതൽ പെരിന്തൽമണ്ണ റോഡ് പോകുമ്പോൾ അവിടുത്തെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. പെരിന്തൽമണ്ണ ഒരു ബൈപ്പാസ് ജംഗ്ഷൻ ഉണ്ട്. ഒരു വർഷത്തിന്റെ മുകളിലായി അവിടെ റോഡ് പൊളിഞ്ഞു കിടക്കുന്നത്. പെരിന്തൽമണ്ണ ടൗൺ ജംഗ്ഷനിൽ എന്താ അവിടെ അല്ല MLA അല്ലേ, അവിടെ MP ഇല്ലേ? അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നോക്കും, അടിസ്ഥാനപരമായ സൗകര്യം പോലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ MLA മാരെ കൊണ്ടോ MP മാരെ കൊണ്ടോ ആരെ കൊണ്ടും വാർഡ് മെമ്പർ ഈ ഒരു പരാതി, എന്റെ ഭാഗത്ത് എന്റെ വാർഡിൽ ഇന്ന റോഡ് പൊളിഞ്ഞിട്ടുണ്ട്, ഇന്ന ഭാഗത്ത് പ്രശ്നമുണ്ട് എന്നൊരു പരാതി എഴുതി കൊടുക്കാൻ വാർഡ് മെമ്പർക്ക് കഴിയുന്നില്ല. പിന്നെ ഇത് സാധാരണക്കാരെല്ലാം പരാതി ഹർജി ഉണ്ടാക്കിയിട്ട് പോയി കൊടുത്തിട്ട് വേണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഒന്നും ജനങ്ങൾക്ക് വേണ്ടി ഇവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം ജനങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വയനാട് 65% പോലും വോട്ടിംഗ് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേദന ഉണ്ടാവും. എന്തുകൊണ്ട്? നിങ്ങളൊക്കെ ചിന്തിക്കണം, എന്തുകൊണ്ട് ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. സുബൈർ ബാപ്പു ചെയ്തില്ല, ഇല്ല ഞാൻ ചെയ്തിട്ടില്ല, വോട്ട് ഞാൻ ചെയ്തിട്ടില്ല. എന്താ വേണ്ട, വെറുത്തുപോയി ഇവരൊക്കെ. കാരണം ഇപ്പൊ ഞാൻ BJP അനുഭാവിയായിട്ട് നിൽക്കുന്ന ആളാ ഇവിടേക്ക്, അല്ല ഞാനൊരു BJP നേതാവൊന്നുമല്ല. എങ്കിൽ പോലും ഇവിടെ നിന്ന് ഒരു വോട്ട് ചോദിച്ച് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ആളുകളിലോ ഈ പരിസരങ്ങളിലോ ഒരാൾ പോലും കയറി ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്കറിയോ? വേദനയുണ്ട്. കാരണം എന്തിന്? നമ്മളെ വോട്ടിന് ഒരു നിലയും വിലയില്ലെങ്കിൽ തരുന്നില്ല, വോട്ട് തരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം BJPക്കായിരുന്നു വോട്ട് ചെയ്തത്, അതിന് മുന്നത്തെ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്കായിരുന്നു വോട്ട് ചെയ്തത്. കാരണം അന്ന് ഞാൻ BJPക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ആർക്കും വോട്ട് ചെയ്തില്ല. ഇല്ല, ഞാൻ കാര്യ പറഞ്ഞതാ, ഞാൻ വോട്ട് ചെയ്തില്ല. കണ്ടങ്ങള് ചെയ്തിട്ടില്ല. എന്നെ പോലെ 100 കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്തില്ല. ഞാൻ തന്നെ പറഞ്ഞല്ലോ, എനിക്കറിയുന്ന ഏകദേശം 10-25 ആൾക്കാർ ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോണില്ല. ഞാനും പറഞ്ഞു ഞാനും പോണില്ല. കാരണം ഇവിടെയുള്ള BJPയുടെ അടിത്തട്ടിലെ നേതാക്കന്മാരോടുള്ള ആ ഒരു പ്രതികാരം തന്നെ ഞങ്ങൾ തീർത്തത്. കാരണം ഞങ്ങൾക്ക് പോയി എന്താ പറയാ, വലിയ നേതാക്കന്മാരെ, അതായത് പ്രധാനമന്ത്രിനെയും അമിത്ഷാനെയും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അറിയണതാരാ? ഇവിടെ ലോക്കൽ നേതാക്കന്മാരാണ്. ഞങ്ങളൊരു കാര്യം ഇവരോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല, ഞങ്ങളൊരു പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല. പിന്നെ എന്തിനു ഞങ്ങളെ വോട്ട് നിങ്ങൾക്ക് തരുന്നില്ല? സൗകര്യമല്ല. ഇതൊരു എന്റെ മാത്രം പ്രശ്നമാണ് നിങ്ങൾ കരുതണ്ട. കേരളത്തിൽ ഉടനീളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാവരും കൈമ നോക്ക്. നിങ്ങൾ കുറെ ആൾക്കാരെ നാട്ടിലുണ്ടായിട്ട് വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. പ്രവാസികൾ വിട്. എത്ര ഉമ്മമാര് കോൺഗ്രസ്സുകാർ പോയിക്കണോ, ലീഗുകാർ പോയിക്കണോ, STPക്കാർ പോയിട്ടില്ല. BJPക്കാരും CPMമാരൊക്കെ വീട്ടിലിരിക്കുക. അടിച്ചേൽപ്പിച്ച ഒരു വോട്ടിംഗ് ആണ്, ഒരു തെരഞ്ഞെടുപ്പാണ്. അത് രണ്ടാമത്തെ വിഷയം. എന്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഞങ്ങൾ ഓരോ വോട്ടർമാരുടെയും ഓരോ ചോദ്യമാണ്, എന്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു? ഏത് പാർട്ടിക്കാരും കാര്യമില്ല, ഏത് പാർട്ടിക്കാരും ഒക്കോരേമാർക്കാം, എല്ലാം നിരന്ന വിളയാണ്. അതിൽ കോൺഗ്രസ്സുകാരും BJPക്കാരും CPMമാരും ഒക്കെ കണക്കാം. നിങ്ങളിങ്ങനെ ഇന്നിപ്പോ അന്തിച്ചർച്ചയിൽ ഫുള്ള് ചർച്ചതായിരിക്കും. എന്തുകൊണ്ട് വയനാട് പോളിംഗ് ശതമാനം കുറഞ്ഞു? വയനാട്ടിക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഞങ്ങന്മാരെ, വയനാട് എന്താ ഉള്ളത്? വയനാട് ഒരു മെഡിക്കൽ കോളേജിന് മുറവിളി കൂട്ടിലിറങ്ങിയ കാലത്രേ വയനാട്ടിൽ 9-10 ലക്ഷം ആൾക്കാരുണ്ട്. ആ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇത്രയും കാലമായിട്ട് ബോച്ച 200 ഏക്കർ കൊടുത്തു മെഡിക്കൽ കോളേജിന്, ഇല്ലേ? നിങ്ങളുടെ ഒരു മെഡിക്കൽ കോളേജ് പാസ്സാക്കിയോ? CPMമാർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന്. നിങ്ങൾ 8-8ാമത്തെ കൊല്ലം 5 വർഷമുള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ വയനാട് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നോ? വയനാട്ടിലെ യാത്രാ ദുരിതം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതില് എന്താ പറയാ, ഭൂഗർഭ അറയിൽ കൂടെ, അതായത്
കൊങ്കൺ മോഡൽ തുരങ്കപാത ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നോ? ഭൂമി ഏറ്റെടുത്തോ? നിങ്ങൾ എന്താണ് വയനാട്ടിന് വേണ്ടി ചെയ്ത്? നിലമ്പൂർ റെയിൽപാളം വയനാട്ടിലേക്ക് നീട്ടുന്ന പറഞ്ഞു. നീട്ടിയോ? കോൺഗ്രസ്സുകാർ നീട്ടിയോ? ഷാനവാസ് എം.പി മരിച്ചുപോയി, 10 വർഷം നീട്ടും. ഓൻ പറഞ്ഞു ഞങ്ങൾ ചെയ്തുതരാം. പിന്നെ സാക്ഷാൽ തലതട്ടപ്പനായ ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും വലിയ നേതാവ് എന്ന് മത്സരിച്ചു. ഇപ്പോൾ അവിടെ പെങ്ങളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടുത്ത 5 വർഷത്തിൽ ഇവിടെ പിന്നെ ഈ റെയിൽപാളം അങ്ങോട്ട് മുട്ടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതേപോലെ മെഡിക്കൽ കോളേജ് വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തുരങ്കപാതന്റെ പണി പൂർത്തിയാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും നടക്കൂല. എന്തിന് വോട്ട് ചെയ്യണം? എന്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? വോട്ട് ചെയ്യൂല. വോട്ട് നിങ്ങളെ പോക്കറ്റ് വലുതാക്കാൻ വേണ്ടി നിങ്ങൾ കാറും ബസ്സും ഒക്കെ എടുക്കും. അത് നിങ്ങൾ പാർട്ടി നേതാക്കന്മാരെ നിങ്ങൾക്ക് പൈസ തരും. പാർട്ടി നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് പൈസ എന്ന് പറഞ്ഞാൽ ആ പൈസകൾ പണിക്കാരനായിട്ട് നിങ്ങൾ ബംഗാളിയെ പോലെ നിങ്ങൾ പണിയെടുക്കും. വോട്ട് ചെയ്യാത്ത നമ്മളെ പാർട്ടിക്കാരെ പോയി കൊണ്ടടാ, ഓരോ കാറ് വിളിച്ചടാ, ജീപ്പ് വിളിച്ചടാ, ഞാൻ എന്റെ പൈസ 5 പോക്കറ്റിന് തരാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോകും. എന്താണ് ഞങ്ങൾക്ക്, ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് എന്ത് ഗുണം? ഇതാണ് സുബൈർ ബാബുവിന്റെ ചോദ്യം. എന്ത് ഗുണം? ഞാനിവിടെ നാട്ടിലുള്ള ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ നടക്കണത്. മനഃപൂർവ്വം ഞാനും എന്റെ വീട്ടുകാർ ആരും ചെയ്തില്ല വോട്ട്. അങ്ങനെ ഓരോരുത്തരും എടുത്ത് നോക്ക്. ആ ആൾക്കാരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരായിരിക്കും, ഏത് പാർട്ടിക്കാരാ നോക്ക്, ഏത് പാർട്ടി അനുഭാവികളാ നോക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കണക്കട് കിട്ടും. ബൂത്ത് തലത്തിൽ അന്വേഷിക്കാൻ പറ. ബി.ജെ.പിന്റെ നേതാക്കന്മാരെ, ബി.ജെ.പിന്റെ ഒരു പാർട്ടി ഒരു വീട്ടിക്ക് വോട്ട് ചോദിച്ച് വരെ അന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ലവര്. സാക്ഷാൽ ഒരു ഫ്ലക്സ് ബോർഡ് ഒന്നും ഒട്ടിക്കുന്നില്ല. പൈസ വാങ്ങാൻ നക്ക പോവുക, പൈസ വാങ്ങാൻ കള്ള് കുടിക്കുക, പൈസ വാങ്ങാൻ പാർട്ടി ഫണ്ട് വരുമ്പോ ആ ഫണ്ട് നേരെ പോകുക ബിവറേജിൽ കൊടുക്കുക, എന്നിട്ട് അവര് കൂതാമാത്താടുക. അല്ലാതെ ബി.ജെ.പി നേതാക്കന്മാരെ എന്ത് ചുക്ക് അവിടെ ചെയ്യണത്? അങ്ങനെ ഓരോ പാർട്ടിക്കാരും, CPM ആരായാലും കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെ അവസ്ഥ. നിങ്ങൾക്ക് കുപ്പി പൊട്ടിക്കുക, പാർട്ടി ഫണ്ട് വന്നാൽ കുപ്പി പൊട്ടിക്കുക, അതല്ലേ നിങ്ങൾ ചെയ്യണത്? പാർട്ടി ഫണ്ട് ഇല്ലെങ്കിൽ പണിയെടുക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങള്? പണ്ട് നിങ്ങൾക്ക് അറിയോ, ഇലക്ഷൻ വന്ന ഒരു ഉത്സവമായിരുന്നു. ചെറിയ കുട്ടികൾ വരെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിരുന്നു. ആ കാലഘട്ടം ഉണ്ടായിരുന്നു. അതിപ്പോ കാണാൻ പറ്റും നിങ്ങൾക്ക്? ചെറിയ കുട്ടികളെ എവിടെ ഒട്ടിക്കണുണ്ടോ? മറ്റേത് ചെറിയ കുട്ടികൾ ആവേശത്തോടെ ഇറങ്ങുമായിരുന്നു. എന്തേ കാണാത്തത്? നിങ്ങൾ ആലോചിച്ചത്, നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോ ഒരു അനൗൺസ്മെന്റ് വണ്ടി വരുമ്പോ നമ്മളതിൽ ഓടിപ്പോയിരുന്നു. അന്നൊക്കെ ഒരു ആവേശം ഉണ്ടായിരുന്നു. അന്ന് ജനങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നു. ഇപ്പൊ കിട്ടുന്നത് മുഴുവൻ കക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാരാബ്ധ പറയണത്. മുമ്പ് രമ്യ ഹരിദാസ് പറഞ്ഞു, എനിക്ക് 1,82,000 കിട്ടുന്നുണ്ട്, എനിക്ക് അതുകൊണ്ട് തികയണില്ലായിരുന്നു. ഓർമ്മയില്ലേ? MP ആയിട്ട് 1,82,000 കിട്ടിയിട്ട് തികയാത്തോളാണ് ചേലക്കരയിൽ മത്സരിക്കുന്നത്. ഓക്കെ, അവിടെ 82 കിട്ടുമോ നിയമസഭയിൽ പോയാല്? അപ്പോ അധികാരം ഉണ്ടായാലും എന്തിനു കിട്ടുള്ളൂ? ഇങ്ങനെയാണ്. ജനങ്ങൾക്ക് എന്തോ ഉപകാരം? ഒരു റോഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. MLA ഉണ്ട്, MP ഉണ്ട്, രാജ്യസഭ MP ഉണ്ട്, ബ്ലോക്ക് മെമ്പർ ഉണ്ട്, ജില്ലാ മെമ്പർ ഉണ്ട്, വാർഡ് മെമ്പർ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഈ ഫണ്ട് ഉപയോഗിച്ച് അതത് വാർഡില്, അതത് മണ്ഡലത്തില് നിങ്ങൾക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? പിന്നെ എന്ത് തേങ്ങയ്ക്ക് നിങ്ങൾക്ക് വോട്ട് തരുന്നത്? അതൊന്ന് അടിസ്ഥാന പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ചെറുപ്പക്കാർ കേരളത്തില് എല്ലാം 18-20 വയസ്സ് കഴിഞ്ഞാൽ പോകപ്പെടുന്നു അല്ലേ? എല്ലാം ഇവിടുന്ന് നാടുകൂടല്ലേ? ഇവിടെ ഒരു ഡെയിലി ഒരു 700 രൂപ അല്ലെങ്കിൽ 600 രൂപ ഒരാണിന് നിങ്ങൾക്ക് കൂലി കൊടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ ശമ്പളം 20,000 രൂപ പെർ മന്ത് നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറി ഇവിടെ ഉണ്ടോ കേരളത്തില്? 30,000 ഒന്നും വേണ്ട, പെണ്ണുങ്ങൾക്ക് ഒരു 15,000, ആണിന് 20,000 ശമ്പളം കൊടുക്കാൻ പറ്റുന്ന ഫാക്ടറികളുണ്ടോ കേരളത്തില്? ഇവിടെയുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ എണ്ണെടുത്ത് നോക്കണം. നേരം വെളുത്തിട്ട് നിങ്ങൾ ഇറങ്ങിയ നേതാക്കന്മാര്, ഉളുപ്പില്ലാത്ത നേതാക്കന്മാര്, നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 20,000 രൂപ ശരാശരി ഒപ്പിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരായിരുന്നു കേരളത്തിലുള്ളത്. കണക്കിടിക്കാൻ അന്തസ്സുണ്ടെങ്കിൽ ഓരോ കവലകളിലും ഓരോ ക്ലബുകളിലും ഇറങ്ങിയിട്ട്, ഓരോ പീഡിയ കൊലയുമ്പോ ഇറങ്ങിയിട്ട് നേരം വെളുത്തിട്ട് ഇറങ്ങിങ്ങള് ചോദിക്കിങ്ങട്ട് എന്താടാ പണിയില്ലേന്ന്? ഇല്ലാന്നേ പറയുള്ളൂ. അഥവാ എന്തെങ്കിലും ഒരു ഗുഡ്സോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അത് അപ്പ കാട്ട് പോലീസുകാരം. അവ ഒന്നില്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന് കാക്കി ഇടാൻ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന് ഹെൽമെറ്റ് എടുക്കാൻ മറന്നിട്ടുണ്ടാവും. അപ്പൊ എഴുതി 500,000 അന്നത്തെ പണിക്കൂലി പോയോ? ഇതാണ് അവസ്ഥ. അഥവാ ഇവൻ കഷ്ടപ്പെട്ട് വിയർപ്പ് പൊട്ടിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത പൈസ ഇവരെ കൊണ്ടേ വീണ്ടും ഖജനാവ് കൊണ്ടിട്ട് നക്കും. ഇങ്ങനെയല്ലേ ജീവിക്കണേ കേരള സർക്കാർ? അല്ലാതെ എന്ത് ഉപകാരം? നിങ്ങൾക്ക് വോട്ട് ചെയ്ത് തന്നിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളെ കൊണ്ട് ആകെ കിട്ടുന്ന ഒരു ഉപദ്രവമല്ലാതെ എന്ത് ഉപകാരം നാട്ടുകാർ കിട്ടുന്നത് അല്ലേ? എന്തെങ്കിലും ഒരു ആയിക്കഴിഞ്ഞാൽ അഥവാ ഫൈൻ അടിച്ച് ആ കുട്ടി അത് കമ്പ്യൂട്ടർ അതൊക്കെ ആ ഫൈൻ അടക്കണം നേരെ തിരുവനന്തപുരത്ത് നേടും. എന്നാൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാരന് ഒരു വീട് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കെട്ടിട നികുതിക്ക്, അല്ലെങ്കിൽ ഒരു പോക്കുവരവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാൻ 3-4 പ്രാവശ്യം നടത്തുകയും ചെയ്യും. ഇങ്ങൾക്ക് പൈസ ഞങ്ങൾ അഥവാ ഡ്രൈവ്, ഞാൻ കാർ ഓടിക്കൊണ്ടിരിക്കുക,
ഞാൻ അഥവാ ഈ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടാൻ മറന്നു, ഈ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ $500 പോയില്ലേ? അത് അപ്പൊ തന്നെ കമ്പ്യൂട്ടറിൽ നിൽക്കി കുട്ടിയെ പോയി, ഇനി രക്ഷയില്ല. ആരെയും വിളിച്ചാൽ പോയി, അത് കമ്പ്യൂട്ടറിൽ, അത് തിരുവനന്തപുരത്ത് നിന്ന് ചാടിയായി, ഇവിടെ നിന്ന് ചാടൂല, അവിടെ ചാടുള്ളൂ. എന്നാ അതേ സ്പീഡില് നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ചെയ്ത് തരുന്നത്? ഞങ്ങൾക്ക് വീടിന് നമ്പർ വേണമെന്ന് നിങ്ങൾ 4 വട്ടം നടത്തൂലേ? ഞാൻ പ്രാവശ്യം നമ്പറിന്, അതായത് വീടും എന്റെ ഒരു അനുഭവം പറഞ്ഞു. എന്റെ വണ്ടൂർ പഞ്ചായത്തിലൊരു പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നത്, 1.5 മാസം വരെ മുട്ടിലായിരുന്നു ഞാൻ. അവസാനം പുളിച്ച തേരോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എഴുതിയെടുത്ത് തരണം എന്ന് പറഞ്ഞു. വീഡിയോ എടുത്ത് മൊബൈൽ എടുത്തിട്ട് പുള്ള അവിടെ അങ്ങനെ 10-15 സ്റ്റാഫ്, ജനങ്ങൾക്ക് ഒരു ഉപകാരമല്ല, 4-5 വട്ടം നടത്തുക. ഇങ്ങോട്ട് വരുന്നത് അതെന്താ 45 ദിവസം എനിക്ക് ഡേറ്റ് ഇട്ടെന്ന് എന്തിനറിയത്? ഇപ്പൊ നമ്മള് വീട് എടുക്കുമല്ലോ, വീട് എടുക്കുമ്പോൾ നമ്മളെ ഭൂമി മാത്രമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെ? ഭൂമി നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ നികുതി അടക്കുന്നു. എന്നാൽ അതിന്റെ നികുതി നമ്മൾ വില്ലേജിൽ അടക്കുന്ന ഭൂമിന്റെ നികുതി ആണോ അല്ലേ? രണ്ടാമത്തെ നികുതി, കെട്ടിട നികുതി നമ്മൾ പഞ്ചായത്തിലെ കൊണ്ടിടക്കുന്നത്. ഈ ഭൂമി നമ്മളെ പേരിക്കായാലും ആ കെട്ടിടം നമ്മളെ പേരിക്ക് വരുന്നില്ല. കെട്ടിടം മറ്റാൾ ആരാണോ ആദ്യം ഉപയോഗിച്ചിരുന്നത്, ആരാണോ ആദ്യം പഞ്ചായത്ത് നികുതി അടിച്ചിരുന്നത്, അവന്റെ പേര് തന്നെയായിരിക്കും കെട്ടിടം കിടക്കുന്നത്. ആ കെട്ടിടം നമ്മളെ പേരിക്കാക്കണമെങ്കിൽ ഇവര് 45 ദിവസം ചോദിക്കുന്നത് നമ്മളോട്. 45 ദിവസം ആ കെട്ടിടം വേറൊരാൾക്ക് കെട്ടിടം നികുതി നമ്മളെ പേരിക്ക് അടക്കണമെങ്കിൽ നമ്മൾ 45 ദിവസം വീണ്ടും വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് എന്റെ ഒരു പാർട്ടി, എന്റെ ഒരു കസ്റ്റമർ, അവർക്ക് പെട്ടെന്ന് ഗൾഫ് പോകണമായിരുന്നു. ഇത് രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോകണം. എന്നിട്ട് ഇവരെ വൈത്താലം നടന്ന് ഇവരെ സിസ്റ്റം കേടാണ്, തേങ്ങ കേടാണ്, മാങ്ങ കേടാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി ഈ പിന്നെ ഹെൽമെറ്റ് ഇടാത്തതിനും അതുപോലെ മറ്റുള്ള ഫൈൻ അടക്കുമ്പോൾ സിസ്റ്റം എന്തുകൊണ്ടാണ് കേടില്ലാത്തത്? അത് കറക്റ്റ് ആവണ്ടല്ലോ പൈസ. ഞങ്ങൾ എന്തെങ്കിലും പഞ്ചായത്തിലെ വില്ലേജ് ചെല്ലുമ്പോൾ നിങ്ങളെ സിസ്റ്റത്തിന് കേട് അല്ലേ? ഞങ്ങൾക്ക് ഒരുപാട് ചോദിക്കണം. അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ എന്തുകൊണ്ട് വയനാട്ടിൽ നിന്നാണ് ശബ്ദം വരുന്നത്? വയനാട്ടിൽ എന്തുകൊണ്ട് 65% താഴെയായി പോളിംഗ്? ചിന്തിക്കും നിങ്ങള്, ഇതുപോലെ ചിന്തിക്കും പുതിയ തലമുറ ഇതിലാറ് ചിന്തിക്കും. ഇനി ഒരു വിവിധ ആൾക്കാർ വോട്ടിങ്ങിന് തന്നെ പോകില്ല. നിങ്ങൾ കിട്ടണോലും ആക്കിക്കോളിനേ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് 2 ലക്ഷം റുപ്യ, 1.5 ലക്ഷം റുപ്യ, 1 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുമ്പോൾ സാധാരണക്കാരായ 20, 25, 30 വയസ്സായ ചെറുപ്പക്കാർ ഇവിടെ പണിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ? കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടി ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ജയിലില് അല്ലെ? 25 വയസ്സിനും 35 വയസ്സിനും മധ്യത്തിലുള്ള യങ് സ്റ്റാറുകളാണ് ഫുള്ള് ജയിലിൽ കിടക്കുന്നത്. എന്തുകൊണ്ട് ചിന്തിക്ക്. ഒന്നില്ലെങ്കിൽ കള്ള്, അല്ലെങ്കിൽ കഞ്ചാവ്, അല്ലെങ്കിൽ ലഹരി കടത്തിയത്. എന്തുകൊണ്ട് അവൻ കടത്തുന്നു? അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത്? എന്തുകൊണ്ട് അവന് അങ്ങനെ കടത്തേണ്ട സാഹചര്യം വന്നു? അതിനെ കുറിച്ച് ചിന്തിക്ക്. എന്നിട്ട് അതിനുള്ള പ്രതിവിധി ഉണ്ടാക്ക്. അങ്ങനെ പ്രതിവിധി ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്ക്, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്ക്. ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടോ? ഇപ്പൊ പഴയ സിസ്റ്റം അല്ല. നമ്മളൊക്കെ പഠിക്കുമ്പോ 10ാം ക്ലാസ് ആകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചിരുന്നു നമ്മൾ അല്ലെ? ഒന്നില്ലെങ്കിൽ ടൈലറിങ്ങോ അല്ലെങ്കിൽ വണ്ടി കഴുകാൻ പോയിട്ട് ഡ്രൈവിങ്ങോ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴോ? ഇപ്പൊ 10ാം ക്ലാസ് വരെ, +2 വരെ ഒരു കുട്ടിനെ കൂടെ ഒരു മുട്ടുസൂചി വരെ എടുപ്പിക്കൂല അല്ലേ? എന്നിട്ട് പിന്നെ +2 കഴിഞ്ഞാൽ ചെറുക്കൻ അങ്ങനെ നത്ത് നടക്കാം, അങ്ങോട്ട് തേരാപ്പാറ. ഒരു പണിയെ ചെറുക്കൻ പഠിച്ചിട്ടില്ല. അവസാനം എന്താ ചെയ്യാ? ഒരു പണി പഠിക്കാത്തതുകൊണ്ട് +2 കഴിഞ്ഞ ഒരു മാർക്കുമില്ല. മുന്നോട്ട് പഠിക്കണമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ല. ലക്ഷക്കണക്കിന് റുപ്യ കെട്ടിങ്ങാണ്ട് അവന്റെ ഫാദറിനോ അല്ലെങ്കിൽ മദറിനോ ഈ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൊണ്ടുകൊടുക്കാനും കഴിയില്ല, ചേർക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യും? പ്രതിവിധി ഉണ്ടോ? MLA മാരെ കൊണ്ട് കഴിയുന്നുണ്ടോ? MP മാരെ കൊണ്ട് കഴിയുണ്ടോ? പിന്നെ എന്ത് തേങ്ങക്ക് വോട്ട് ചെയ്യുന്നു? നിങ്ങൾ ഇതിൽ ഇടപെട്. നിങ്ങൾ വേണ്ട വിദ്യാഭ്യാസത്തിൽ ഇടപെട്, അടിസ്ഥാന സൗകര്യത്തിൽ ഇടപെട്. കേരളത്തിൽ ഉടനീളം പോണ ആളാ ഞാൻ. കേരളത്തിൽ എല്ലായിടത്തും, കേരളത്തിലെ ഏകദേശം 10-14 ജില്ലകളിൽ ഞാൻ കറങ്ങുന്ന ആളാ. കേരളം വിട്ട് മറ്റുള്ള സ്റ്റേറ്റിലും 3 ആളാ. കേരളത്തെ പോലെ റോഡ് മോശമായിട്ട് എവിടെയില്ല. ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും ഒക്കെ പോണ എന്റെ ബിസിനസ് ആവശ്യാർത്ഥം. കേരളത്തെ പോലെ റോഡ് മോശമായിട്ട് എവിടെയും കാണുന്നില്ല. ഒരു റോഡിന്റെ ഫണ്ട് പോലും നേരാവണ്ണം നിങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റുന്നില്ല. 10 കോടി റുപ്യന്റെ ഫണ്ട് ഇറക്കി കഴിഞ്ഞാൽ 5 കോടി റുപ്യ നിങ്ങൾ അതിലേക്ക് ഇറക്കും, ബാക്കി 5 കോടി നിങ്ങൾ നക്കും അല്ലെ? അതിനല്ല നിങ്ങൾ MP MLA ആവുന്നത്. അല്ലാതെ ഞങ്ങൾ നന്നാക്കാനൊന്നുമല്ല, നാട് നന്നാക്കാനല്ല നിങ്ങൾ MP ആവുന്നത്, MLA ആവുന്നത്. നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും അടിച്ചേൽപ്പിക്കാനും അല്ലെ? അതിന് തന്നെയാണ് നിങ്ങൾ MP MLA ആവുന്നത്. അതിന് നിങ്ങൾക്ക് ആ സൗകര്യമല്ല വോട്ട് തന്നിട്ട് നിങ്ങളാക്കാന്. 10 ആൾ വോട്ട് ചെയ്താലും നിങ്ങൾക്ക് ജയിക്കാം, അത് വേറെ വിഷയം. അതാണ് ജനാധിപത്യ രീതി. ജനാധിപത്യത്തിൽ 100 ആൾക്കാർ വോട്ട് ചെയ്താലും മതി ആകെ, അല്ല 10 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്യാൻ നിർബന്ധമില്ല. നിങ്ങൾ പോയിക്കോളിന്നേ. ഞങ്ങൾക്ക് താല്പര്യമല്ല. എന്തുകൊണ്ട് 35%, 100ൽ 65 ആൾക്കാർ വോട്ട് ചെയ്തുള്ളൂ? എന്തുകൊണ്ട് 35 ആൾക്കാർ മാറി നിന്ന് ചിന്തിക്കും നിങ്ങള്. ചിന്തിക്കാൻ ഇനി നിങ്ങൾക്ക് കാലം
വരില്ല. നിങ്ങൾ ഇങ്ങനെ പരസ്പരം ഞങ്ങളെ വോട്ട് പറഞ്ഞിട്ടില്ല, അത് കോൺഗ്രസിന്റെ വോട്ടാണ്, അത് CPM-ന്റെ വോട്ടാണ്, അത് BJP-ന്റെ വോട്ടാണ്, പരസ്പരം പാലി ചാറണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും കുറഞ്ഞാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കുറവുണ്ട്. എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചിന്തിക്ക്. പാർട്ടിയിൽ വിശ്വസിച്ച് വന്ന ആൾക്കാരെ ചതിക്കുന്നവരാണ് നിങ്ങൾ. എന്താ, പാർട്ടിയിൽ വിശ്വസിച്ച് വന്ന ആൾക്കാരുണ്ട്, CPM-കാരായ ആൾക്കാര്. കോൺഗ്രസ് നിന്ന് CPM-ക്ക് പോയി, CPM BJP-ക്ക് വന്നു, അല്ലെങ്കിൽ പല പാർട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് അവർക്ക് വേണ്ട രീതിയിൽ സംരക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് എങ്ങനെ വോട്ട് തരുമോ? സ്വർഗത്ത് പോകാനെന്നല്ല പാർട്ടികള്, നിങ്ങൾ മനസ്സിലായിക്കോളി. സുബൈർ ബാബു ഒരു BJP അനുഭാവി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം BJP എന്നാൽ കിട്ടൂല, അല്ല സ്വർഗം പോകുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇനിയിപ്പോ ചാനൽ ചർച്ച സഹിക്കാൻ പറ്റില്ല, തുറന്നാൽ തന്നെ അത് ഞങ്ങളെ വോട്ടല്ല മറ്റോലെ വോട്ടാണ്, എന്തായാലും ഇവിടെ ഇപ്പൊ കോൺഗ്രസ് തന്നെ ജയിക്കുള്ളത് വേറെ വിഷയം. പക്ഷെ ഇത്രയും ആൾക്കാർ എന്തുകൊണ്ട് ഈ ഇലക്ഷനെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതാ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് 100-ൽ 35 പേര് മാറി നിന്നു വോട്ട് ചെയ്യാതെ എന്നതിനെ കുറിച്ച് ചിന്തിക്ക്. അതാ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് ഈ ഒരു ജനാധിപത്യത്തിൽ ഇവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അതല്ല രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അതോ രാഷ്ട്രീയ നേതാക്കന്മാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഈ 35% ആൾക്കാർ മാറുന്നത് എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സുബൈർ ബാബു പറയുന്ന കാര്യങ്ങള് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ ജനാധിപത്യം കൈയാളുന്ന ആ നേതാക്കന്മാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഒന്നും ചെയ്തിട്ടില്ല, വയനാട്ടിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല. വർഷങ്ങളായി വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ചോദിക്കുന്നത് 2 മണിക്കൂർ. ഇന്നിപ്പോ എന്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ബാബു എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ പോളിംഗ് കുറഞ്ഞത്, ഞങ്ങൾ ഇതിലേറെ പ്രതീക്ഷിച്ചിരുന്നു. ഒരു കോൺഗ്രസ് അനുഭാവിയായ ചെക്കനാ വിളിച്ചത്. ഒരു 5 ലക്ഷം, ആ 5 ലക്ഷം 7 ലക്ഷത്തെ ഭൂരിപക്ഷത്തിന് പ്രിയങ്കരെ ജയിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഇതിപ്പോ 3 ലക്ഷത്തിന്റെ 2 ലക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ പറയണത്. അത് എത്രയായാലും ശരി, പറഞ്ഞ വാക്ക് പൂർത്തിയാക്കാൻ കോൺഗ്രസിന് കഴിയണില്ല. 15 വർഷമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 15 അതിലേറായിട്ട് അല്ലെ? 15 വർഷമാണ് ഇപ്പൊ ഇവിടെ വയനാട് മണ്ഡലം വന്നിട്ട്. 15 4ാമത്തെ ഇലക്ഷനാണ്. ശരി, 3ാമത്തെ ഇലക്ഷൻ കൂട്ടിയാൽ മതി. സോറി, 4ാമത്തെ ഇലക്ഷൻ. 2 പ്രാവശ്യം ഷാനവാസ്, 1 പ്രാവശ്യം രാഹുൽ ഗാന്ധി, 2ാമത് ഇപ്പം പ്രിയങ്ക. അപ്പൊ 4ാമത്തെ പ്രാവശ്യം. 15 വർഷമായി വയനാട് മണ്ഡലം ഉണ്ടായിട്ട് എന്തുകൊണ്ട് വയനാട് മണ്ഡലത്തിൽ നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നില്ല? അത് സ്റ്റേറ്റ് സർക്കാരിനും കൊണ്ടും കഴിയുന്നില്ല. ഇടതുപക്ഷം പറഞ്ഞ പാവങ്ങളുടെ സർക്കാർ ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്, എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? 2 മണിക്കൂർ വേണം അവർക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എത്തണമെങ്കിൽ. അതും ആ ട്രാഫിക്കിൽ. നിങ്ങൾക്കറിയില്ല ചുരം എത്ര 20 കിലോമീറ്റർ ഉണ്ട് താമരശ്ശേരി ചുരം. ആ ചുരത്തിലൂടെ വന്നിട്ട് വേണം ഇവർക്ക് മെഡിക്കൽ കോളേജ് എത്തുമ്പോൾ 2 മണിക്കൂർ എടുക്കും. എത്ര രോഗികൾ മരിച്ചിട്ടുണ്ട്, എത്ര മക്കൾക്ക് അച്ഛനമ്മയും നഷ്ടപ്പെട്ടു ആ മെഡിക്കൽ കോളേജ് അവിടെ ഇല്ലാത്തത് കൊണ്ട്. എന്തെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി, എന്നിട്ട് പോലും അവിടെ വേണ്ടതുപോലെ സഹായിച്ചിട്ടുണ്ടോ? MP-മാരെ ഫണ്ടിൽ നിന്ന് സഹായിച്ചോ? എന്ത് ചെയ്തു കൊടുത്തു? എന്ത് ഹെൽപ്പിംഗ് നിങ്ങൾ ചെയ്തത്? ഇപ്പോൾ ചൂരൽമല ദുരന്തം എന്താ നിങ്ങൾ ചെയ്തു കൊടുത്തത്? 100-100ഓളം ആൾക്കാർ മരണപ്പെട്ട ആ ദുരന്തത്തില് എന്ത് സപ്പോർട്ടാണ് സ്റ്റേറ്റ് സർക്കാർ ചെയ്തു കൊടുത്തത്? കേന്ദ്ര സർക്കാർ ആയാലും സ്റ്റേറ്റ് സർക്കാർ ആയാലും എന്താണ് ചെയ്തു കൊടുത്തത്? എം പി നിലക്ക് ഇതിലും വലിയൊരു MP ഞങ്ങളുടെ വരാലല്ലോ. രാഹുലിനെക്കാട്ടും വലിയ കോൺഗ്രസ് നേതാവ് ഇപ്പോ അവിടെ ഇല്ലല്ലോ. എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തു കൊടുത്തത്? പറയും. എന്തുകൊണ്ട് പിന്നെ ജനങ്ങൾ പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ വോട്ടിംഗ് കൂടും? പ്രിയങ്കക്ക് വരുമ്പോ നല്ല ക്രൗഡായിരുന്നു, ഇഷ്ടം പോലെ. രാഹുൽ വരുമ്പോ എത്ര ആളുണ്ടായിരുന്നു? പക്ഷെ പ്രിയങ്ക വന്നപ്പോ അതിലും കൂടുതൽ ആളായിരുന്നു. ഞങ്ങൾ എല്ലാവരും കരുതി പ്രിയങ്കക്ക് നല്ല ഇപ്രാവശ്യം ഏകദേശം 90% പോളിംഗ് വയനാട് നടക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പാണിപ്പാളി. സുബൈർ ബാബു അപ്പോഴേ പറഞ്ഞു പോളിംഗ് ശതമാനം കുറയുന്നു. 10 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട്. പോളിംഗ് കുറയുന്നു, BJPക്ക് വോട്ട് കുറയുന്നു പറഞ്ഞിട്ടുണ്ട്. 90,000-ന്റെയും 1.25-ന്റെയും ഇടയിൽ BJPക്ക് ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, നമുക്ക് പെട്ടി തുറക്കുമ്പോൾ കാണാലോ. പക്ഷെ ജനങ്ങളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ നിങ്ങളെ കളിപ്പാവകളല്ല. നിങ്ങൾ വന്ന് ആക്ഷൻ കാണിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് തോളിൽ ഇങ്ങനെ കൈയിടുക, എന്നിട്ട് നമുക്ക് തന്നെ വോട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്റെയൊക്കെ പോട്ടി പടലം കാണില്ല. നീ പിന്നെ എംപിന്റെ ഒരു വാഹനത്തിൽ ഇപ്പം നാട് പോകും. പിന്നെ നിന്നെ കാണെങ്കിൽ ഞങ്ങൾ സല്യൂട്ട് അടിക്കണം. നീ 5 വർഷത്തിൽ 1 പ്രാവശ്യമാണ് ഞങ്ങളെ സല്യൂട്ട് അടിക്കണമെങ്കിൽ ഈ 5 വർഷം നിന്റെ കയ്യും കാലും നിന്റെ വീട്ടുക്കും നിന്റെ എല്ലാ പിന്നെ PN ON ഒക്കെ പോയി കാണണം. ഞങ്ങൾക്ക് നിന്നെ കാണണമെങ്കിൽ, അല്ലെ? വോട്ട് ചെയ്ത ഞങ്ങൾക്ക് നിന്നെ കാണണമെങ്കിൽ നിന്റെ PN കാണണം, നിന്റെ മറ്റോനെ കാണണം, മറിച്ചോനെ കാണണം. എന്തൊക്കെയാ നിങ്ങളെ നിർവീപ്പ്? നേരിട്ട് വിളിച്ചാ ഫോൺ എടുക്കൂല. വലിയ ആൾക്കാരായി മാറും. ആക്കിയതാരാ? ഈ സാധാരണക്കാര്. അല്ലെങ്കിൽ നീ ആവോ? ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. അടുത്ത പ്രാവശ്യം ഇതിലും ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ ചെയ്യണില്ല വോട്ട്, അത് തന്നെ ജനങ്ങൾ പറയുന്നത്. ഞങ്ങൾ ചെയ്യണില്ല. വേറെന്താ പറയണേ?
സുബൈർ ബാപ്പുവിനെ പോലെ 100ഓളം സുബൈർ ബാപ്പുകൾ ഈ പ്രാവശ്യം വയനാട് മണ്ഡലത്തിൽ അതുപോലെ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല. അതാ ഇന്ന നിങ്ങൾ തല വെട്ടിക്കൊന്നാലും ശരി, എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ അവിടെ ചെയ്യാത്തതെന്ന് വെച്ചാൽ BJP നേതാക്കന്മാരുടെ അടിയും പിന്നെ ഈ പാരവെപ്പും കുത്തിവെപ്പും കൊണ്ട് തന്നെയാണ് ഞാൻ ഒഴിവായത്. സത്യം പറയാലോ. പിന്നെ പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിനെ നമുക്ക് ആദ്യ വിശ്വാസമല്ല. പിന്നെ ജയിക്കുന്ന പാർട്ടി പോലാണല്ലോ. വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കോൺഗ്രസ്സുകാര് 10 വയസ്സിൽ പറ്റൂല. കോൺഗ്രസിന്റെ ലോക്കൽ നേതാക്കന്മാരുടെ ടൈം പറഞ്ഞത് മറ്റൊന്നും നമ്മൾ അറിയില്ലല്ലോ. നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചെങ്ങന്മാരെ നമ്മൾ പോകുന്നത് ലോക്കൽ നേതാക്കന്മാരുടെ അടുത്ത് കാര്യം ഓല് നമ്മളെ കാര്യം ശരിയാക്കി തന്നില്ല. ഓലപ്പം ഗാന്ധിസം പറഞ്ഞു കൊടുക്കും. പിന്നെ ഇത് തേങ്ങക്കോ ഓർക്ക് നമ്മളെന്തെങ്കിലും വിഷയം എന്ന് പറയുമ്പോൾ നമുക്കത് പരിഹരിക്കാൻ കഴിയണവരെ കൊണ്ട്. അല്ലെങ്കിൽ നേതാക്കന്മാരാണ് എന്ത് കാര്യമുള്ളത്? കുടി കുത്തിരിക്കാനാണെങ്കിൽ നേതാക്കന്മാര് ഫണ്ട് വീതം ഇലക്ഷന്റെ ഫണ്ട് വരുമ്പോൾ വീതം വെക്കാനുള്ള നേതാക്കന്മാരപ്പം എല്ലാ പാർട്ടിയിലും കോൺഗ്രസിലായാലും അത് CPM-ലായാലും BJP-യിലായാലും തന്നെ അവസ്ഥ. പിന്നെ കുറച്ച് വിശ്വാസമായിരുന്നു BJP-യിലായിരുന്നു. അതെന്റെ വണ്ടൂർ മണ്ഡലത്തിൽ BJP-ന് ഒരു 5 പൈസ വിശ്വാസമല്ല. കാട്ടുകള്ളന്മാരാ. ഇപ്രാവശ്യം എത്ര കട്ടണമെന്ന് ആൾക്കാരെ. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ 56,000, 1 ലക്ഷം, 2 ലക്ഷം കട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യമുണ്ട്. പഴയ കാല ഡിജിറ്റൽ ഇന്ത്യയാണ്. എന്താരും ചെയ്ത് കഴിഞ്ഞാൽ എവിഡൻസ് ഉണ്ടാവും. ആൾമാറാട്ടൊന്നും നടക്കൂല. ആൾമാറാട്ടം ചെയ്തിട്ട് വരെ പൈസ വാങ്ങിയാണ്ട് പോക്കറ്റിലെടുത്ത് ഞാൻ BJP-ന്റെ ഉയിര്, എന്റെ ഉയിര്, ഞാൻ RSS കാരൻ എന്തുകൊണ്ടായില്ല, ഞാൻ ജനിച്ചപ്പോ തന്നെ എന്തുകൊണ്ട് RSS ആയില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറെ ഭീമത്തരം പറഞ്ഞു നടക്കുന്ന എംബോക്കളായ കുറെ ഉച്ചാളി നേതാക്കന്മാരുണ്ടെന്ന് BJP-യില്. ഓല് പൈസ കിട്ടാൻ വേണ്ടി അപ്പനെ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭാഗത്ത് തല പിന്നെ എന്താ പറയാ തീ കത്തിച്ച് പന്തം പോലെ മിന്നുന്ന നട്ടുക്ക് പിടിച്ച് മിന്നുന്ന കുറെ നേതാക്കന്മാരുണ്ട്. എല്ലാ പാർട്ടിക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ എഴുതിയേ? BJP-ക്ക് കുറഞ്ഞിട്ടുണ്ടാവും, കോൺഗ്രസിനും CPM-നും ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം ഭൂരിപക്ഷം എന്നാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു. 2 ലക്ഷത്തിന്റെയും 3 ലക്ഷത്തിന്റെയും കടി തന്നെ ഈ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ. ഞാൻ അന്നേ പറഞ്ഞതാ. പക്ഷെ 65% ഞാനും ഇത്ര കുളത്തില്ല കേട്ടോ. എന്താണ് ജനങ്ങൾ ഭയങ്കര ദേഷ്യമാണ് ജനങ്ങൾക്ക്. ഒന്നാമത് ഇവരെ കൊണ്ട് ഉപകാരമില്ലല്ലോ. ഇപ്പൊ എന്താ വെച്ചാൽ പ്രിയങ്ക ഹിന്ദിക്കാരിയാണ്. പ്രിയങ്കനോട് നമ്മൾ മലയാളം പറയാൻ നമുക്ക് പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മലയാളത്തിൽ നമ്മളൊരു പ്രശ്നം പറയാൻ പറ്റില്ല. വേറൊരാളെ ബിനാമിനെ നിർത്തിയിട്ട് നമ്മൾ കേൾക്കുള്ളൂ അല്ലേ? നമുക്ക് പ്രിയങ്കനോട് ഒരു കാര്യം പറഞ്ഞെങ്കിൽ അങ്ങ് ഡൽഹി പോണ്ടേ. പിന്നെ പ്രിയങ്ക ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് പറയാനൊക്കെ വരും. അപ്പൊ വല്ലപ്പം കൂർക്കകളും ബ്ലാക്ക് കാർഡ് എന്തൊക്കെ ഉണ്ടാവും, പലതും ഉണ്ടാവും. നമ്മളോട് പറയാൻ പറ്റും. ജനങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടേ. ജനങ്ങളിതൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ നിങ്ങള് പിന്നെ ഇപ്പൊ ജയിപ്പിച്ചാൽ വിടുക. കാരണം വെച്ചാല് ഈ കോഴിക്കോട്ടില് ഒരു പിന്നെ കോഴിക്കുഞ്ഞിനെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഇടയ്ക്ക് പഴകിക്കോളും. നേരെ മറിച്ച് അവിടെ ഒരു കാക്കക്കുഞ്ഞിനെ കൊടുത്തിട്ട് ഈ കോഴികളൊക്കെ അവിടെ കൊത്തിയനെ കൊല്ലും. അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ ഈ കോഴിക്കോട്ടിലേക്ക് ഒരു വയനാട്ടിലേക്ക് ഒരു ആര് കൊടുത്തിട്ടാലും ഏത് കുറുന്തോട്ടിൽ കൊടുത്തിട്ടാലും ജയിക്കും. കാരണം അങ്ങനത്തെ മണ്ഡലമായതുകൊണ്ടാണ്. നിങ്ങൾ ജനങ്ങളൊക്കെ ചിന്തിക്കല്ലേ. ഹിന്ദിക്കാരവിടെ കൊടുന്നിർത്തുക. നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റില്ല, നമ്മളൊരു പ്രശ്നം പറയാനും പറ്റില്ല. അതിപ്പോ ഇവിടെ MLA-മാർക്കോ ഗർവല്ലേ? MLA-മാരൊക്കെ എപ്പോഴാണ് റോട്ടുകാർ ഇറങ്ങല്? ഇലക്ഷൻ അല്ലാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓല് റോട്ടുകാർ ഇറങ്ങണമെങ്കിൽ ഇലക്ഷനോട് വരണം. അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ, നമ്മളെ പാർട്ടിയോ നമ്മളെ മറക്കരുതിട്ടാ, നമ്മളെ ചിഹ്നം മറക്കരുതിട്ടാ എന്നൊക്കെ പറഞ്ഞ കജോണ്ടും കാര്യമുണ്ടും ആക്ഷൻ കാട്ടിങ്ങനെ നടക്കും. അഭിനയം ഒരൊറ്റ പ്രാവശ്യം അഭിനയിച്ചാൽ മതി ഇവർക്ക്. അല്ലെങ്കിൽ ഇലക്ഷനിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം ഇവർക്ക് അഭിനയിച്ചാൽ മതി. ബാക്കി 60 മാസം നമ്മൾ സഹിക്കണം വരെ ഒരു ഗുണമല്ല. നിങ്ങളൊന്ന് ചിന്തിക്ക്. ജനങ്ങൾക്ക് എന്താണ് എന്റെ പഞ്ചായത്തിൽ ഇപ്പൊ ഞാൻ വണ്ടൂർ മണ്ഡലമാണ്. എന്റെ മണ്ഡലത്ത് ഈ MLA-മാര്, രാജ്യസഭ MP ഇവരെല്ലാരും പാടെ കൂടിയിട്ട് സംയുക്തമായിട്ട്, ഞാനെന്താ പറഞ്ഞത്, സംയുക്തമായിട്ട് ഒരു 500 ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭം, അർദ്ധ സർക്കാർ സംരംഭം ആയിക്കോട്ടെ. പകുതി ജനങ്ങൾ പൈസ തരും. ഒരു 10 കോടി രൂപേന്റെ 50 കോടി രൂപേന്റെ പദ്ധതിയാണെങ്കിൽ 25 കോടി രൂപ ഒരു സർക്കാർ ഇറക്കട്ടെ, ബാക്കി 25 കോടി രൂപ ജനങ്ങൾ ഇറക്കും. അതിന് പറ്റുന്ന പണക്കാരെ നാട്ടിലുണ്ടല്ലോ. എന്നിട്ട് ഒരു 500 ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പദ്ധതി, എന്തെങ്കിലും ഒരു കമ്പനി വരട്ടെ. അപ്പോഴല്ലേ ജനങ്ങളുടെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ആ 500 ആൾക്കാർ ആ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അതേപോലെ ഒരു 300 ആൾക്കാർ പുറത്തും ജോലി ചെയ്യും. കാരണം അവരില് പിന്നെ ഡ്രൈവർമാര്, വാഹനക്കാര്, മറ്റത് മറിച്ചത്, ചായപ്പീടിയക്കാര്, അങ്ങനെ പല പല സംരംഭങ്ങളും ആ പരിസരത്ത് വരും അല്ലേ? സുബൈർ ബാപ്പു ഇതൊക്കെ പറയണത്. ഇതൊക്കെ ചിന്തിക്കേണ്ട കാലമായിട്ടുണ്ട്. അല്ലാതെ ഇങ്ങളെ ഈ നെഗളിപ്പിനും നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ശമ്പളം കിട്ടാനും അല്ലെങ്കിൽ 60,000 70,000 ആക്കാനും ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം വെച്ചാല് MLA-മാരെ ശമ്പളം കൂട്ടുമ്പോൾ ഇവർ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നോക്കി നിങ്ങള് MP-മാരെ ശമ്പളം കൂട്ടുമ്പോൾ ഇവർ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും കിട്ടിയല്ലേ. അത്ര കൂട്ടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കിട്ടണങ്ങള് പറഞ്ഞോ? എന്നാൽ സാധാരണക്കാരെ ഓട്ടോറിക്ഷക്കാരന് അവന് ഒരു വർഷത്തില് ഒരു 2 രൂപ കൂട്ടണം എന്ന് പറയുമ്പോ ഇവരാകെ യുദ്ധം ഉണ്ടാക്കലില്ലേ? അപ്പൊ ഒരു MLA-മാരൊക്കെ ഇടപെടും, മന്ത്രിമാരിടപെടും.
5 പറയണമെങ്കിൽ 2 ആക്കി തരും അല്ലേ? ബസ് ചാർജ് ശരിയല്ലേ? ബസ് ചാർജ് ഒക്കെ ഒരു 10 റുപ്യ കൂട്ടണം, അല്ലെങ്കിൽ 5 റുപ്യ കൂട്ടണം എന്ന് പറഞ്ഞാല് MLA-മാർ ഇടപെടും, MP-മാർ ഇടപെടും. എന്നാൽ MLA-മാര് MP-മാരുടെയും ശമ്പളം കൂട്ടുന്നതിൽ സാധാരണക്കാരനെ ഇടപെടാൻ എന്തെങ്കിലും റോളുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് അവരൊക്കെ ഏകപക്ഷീയമായി തീരുമാനിക്കും. ഇതാണ് കാലം. അപ്പൊ ജനം മാറി ചിന്തിക്കാൻ തുടങ്ങി. ജനം അതുകൊണ്ട് തന്നെയാണ് വയനാട് ഭൂരിപക്ഷം കുറഞ്ഞത് ഇപ്രാവശ്യം. തുടർന്നും അത് കുറയാതിരിക്കണമെങ്കിൽ പാർട്ടിപരമായിട്ടുള്ള അച്ചടക്കം പാർട്ടികൾ, ഏത് പാർട്ടിയിലായാലും, കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസിൽ പാർട്ടി അച്ചടക്കം വേണം, CPM-ൽ അത് വേണം, BJP-ൽ അത് വേണം, മറ്റുള്ള പാർട്ടികളിലും വേണം. BJP ഒക്കെ ആകെ എന്താ ഞാൻ പറയാ, ഈ പിന്നെ ഉന്നക്കായ് പൊട്ടിയ പോലെയാണ്. ഉന്നക്കായ് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പറക്കും. അതുപോലെയാണ്. എല്ലാവരും നേതാക്കന്മാരാ. 4 നേതാക്കന്മാരില്ല BJP-യൊക്കെ. കോൺഗ്രസ് അതുപോലെ തന്നെയാണ്. ഒരു നേതാവിന്റെ അടുത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ തട്ടിക്കളിക്കും. അപ്പൊ ഒരു ഗാന്ധിസം പറഞ്ഞു നടക്കും. CPM-ന്റെ അവസ്ഥ തന്നെയാണ്. പിന്നെ ആരെ വിശ്വസിക്കണോടോ? ആർക്കാ വോട്ട് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കേൾക്കണമെന്നോ? ആ പണ്ട് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കൊന്നുമില്ല ഞങ്ങളിപ്പോ. കാരണം ഞങ്ങൾ നയിച്ചാൽ തന്നെ ഉള്ളൂ ഞങ്ങളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനുണ്ടാവുക. അല്ലാതെ നിങ്ങൾക്കൊരു വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണമല്ല. നിങ്ങൾ പറയുന്നേ ഈ വോട്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സുബൈർ ബാബു ചോദിക്കണത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങളെ പരിസരത്തോ നിങ്ങളെ എവിടെയെങ്കിലും ഗുണം കിട്ടിയണോ? കോൺഗ്രസ്സുകാരെ കൊണ്ടോ, BJP-കാരാണോ, മറ്റവരെ കൊണ്ടോ? ഒരു വീട് കിട്ടാൻ പോലും ഇപ്പൊ അവർക്ക് കഴിവില്ല. കാരണം വെച്ചാല് അതെന്താണ്, ആദ്യം കിട്ടിയിരുന്നു, ഇപ്പൊ അത് നടക്കൂല. ഇപ്പൊ ഒക്കെ ലൈഫ് മിഷൻ നടക്കാം. അത് അക്ഷയയിൽ കൊണ്ടേ കൊടുക്കണം. അത് ഓർഡർ പ്രകാരം അങ്ങനെ വരും. പിന്നെ നമുക്ക് കിട്ടണമെങ്കിൽ എവിടെ പോകണം? നമ്മൾ നേരിട്ട് പോകണം കലക്ടറെ അടുത്ത്. ഈ MLA-മാരും MP-മാരും കൊണ്ട് പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ അവിടെ സോഹയായി. പിന്നെ പ്രധാനമന്ത്രിയുടെ അടുത്താണ്, അവിടെ നമ്മൾ അക്ഷയയിൽ കൊടുക്കണം. ലിസ്റ്റ് ലേബിൾ തട്ടിക്കളിച്ച് നമ്മൾ വിവരാവകാശം ചോദിച്ചാൽ ലിസ്റ്റ് കിട്ടും. അത് നടക്കൂല. ഇവർക്ക് ഒന്നും ഇടപെടാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് അയക്കണം ഇപ്പോ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പോക്ക്. ഈ നേതാക്കന്മാർക്കൊന്നും ഒരു ഇടപെടലും നടത്താൻ കഴിയില്ല. സുരേഷ് എന്താ പറയുന്നത്? കഞ്ചാവ് ഈ അടിച്ചിട്ടുണ്ടാവും. സുബൈർ ബാബു കഞ്ചാവും കള്ളും കുടിച്ചിട്ട് പാടില്ല. നിങ്ങൾ കഞ്ചാവും കള്ളും കുടിച്ചിട്ടാണ് ഇപ്രാവശ്യം BJP-ക്ക് വോട്ട് പറഞ്ഞത്. അത് മനസ്സിലാക്കോ സുരേഷ്? കാര്യം പറയുമ്പോ കഞ്ചാവായി, കള്ളായി, മറ്റു തേങ്ങയായി. ഉള്ള കാര്യ പറഞ്ഞേ. കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ആർക്കും പറ്റൂല. സാജിദ് വയനാട്. എന്താ സാജിദ് എന്റെ നാട്ടിലെ അവസ്ഥ? ഇലക്ഷന് എവിടെയില്ല. ഞങ്ങളെവിടെയൊക്കെ ഒരു 3-4 മണിയാകുമ്പോ ഈച്ചനാട്ടി കുത്തിരിക്കാം പോളിംഗ് ബൂത്തൊക്കെ. ഒരു മനുഷ്യനില്ല. അത്ഭുതപ്പെട്ടു. വയനാട്ടിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിൽ പോലും പോളിംഗ് ശതമാനം കുറവാ. അന്വേഷിക്ക്, കുറയും. ഉണ്ണികൃഷ്ണേട്ടൻ എന്താ പറയാനുള്ളത്? ഉണ്ണികൃഷ്ണേട്ട ഏത് പാർട്ടി ആയാലും ശരി, ഞാൻ ഒരു പാർട്ടിക്കാർക്കും എതിരല്ല. എല്ലാ പാർട്ടിക്കാരും ഇവിടെ വേണം. പക്ഷെ രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്ര നന്മക്കായിരിക്കണം. പോളിംഗ് ശതമാനം കുറവാണ്, എല്ലായിടത്തും കുറവാണ്. കോൺഗ്രസ്സുകാർക്ക് എന്താ, കോൺഗ്രസിന് എന്താ പറയാ, പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ ഇവിടെ 90% പിന്നെ പോളിംഗ് ശതമാനം ഉണ്ടോന്ന് പറഞ്ഞു. പ്രിയങ്കന്റെ സൗന്ദര്യം കാണാൻ കുറെ ആൾക്കാർ വന്നു. ജനങ്ങൾ മാറി ചിന്തിക്കല്ലേ? കാരണം വെച്ചാൽ ഇല്ല, നമ്മളെ MLA-മാര് ഏത് കാലത്ത് നമ്മളൊക്കെ മണ്ഡലത്തിൽ വരല്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉൾപ്പൊട്ടലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തോണി മറിച്ചിലോ ബസ് അപകടം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് പോകും. അല്ല അവിടെ എന്താ നമ്മുടെ നാട്ടിലൊക്കെ MLA-മാര് വരല് ഉണ്ടോ? വരലില്ല. പിന്നെ MP ഹിന്ദിക്കാരിയാണ്. അല്ലെങ്കിൽ MLA-മാരോട് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് സംസാരിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നമ്മളെ വോട്ടേ ഓൽക്ക് പറ്റുള്ളൂ, നമ്മൾക്ക് പറ്റൂല. നമ്മളൊരു കാര്യം പറഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ ലോക്കൽ നേതാവിനെ കണ്ടിട്ട് ഓനെ അപേക്ഷ കൊടുത്തിട്ട് ഓനെ പരാതി കൊടുത്തിട്ട് ഈ കോപ്പ് കൊണ്ടുപോകും. ഞങ്ങളൊന്ന് പഠിക്കട്ടെ എന്ന് പറയും. നമ്മളൊരു വിഷയം പറയാനേ, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. അപ്പൊ ജനങ്ങൾക്ക് എന്താണ്, 5 കൊല്ലം കൂടുമ്പോൾ ഞങ്ങളൊന്ന് പഠിക്കട്ടെ, നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിക്കും. ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങളൊന്ന് പഠിക്കട്ടെ, നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യണോ വേണ്ടത്, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. അങ്ങനെ തന്നെയാണ്. 100-ൽ 35 ആൾക്കാർ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്സാരമായിട്ട് കാണേണ്ടത്. അതും വയനാട് പോലുള്ള ഒരു കുത്തക കോൺഗ്രസ് മണ്ഡലം. അങ്ങനെ തന്നെ പറയുള്ളൂ. ജനങ്ങൾ ഇങ്ങോട്ട് തിരിക്കും. ഞങ്ങളൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ, ഞങ്ങളൊരു പരാതി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചുറ്റിയിട്ട് നിങ്ങൾ മൂലക്കടലല്ലേ? അല്ലേ? MP ആയാലും MLA ആയാലും അല്ലേ? നിങ്ങൾ അതല്ലേ ചെയ്യല്? ഞങ്ങളൊരു പ്രശ്നം നിങ്ങൾക്ക് എഴുതിയിട്ട് ഞങ്ങളെ വിഷമം, വേദന, ഞങ്ങളെ പ്രയാസമൊക്കെ പറഞ്ഞാല് അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചുരുട്ടിയിട്ട് നിങ്ങൾ അവിടെ എറിയും. ഓന്റെ ഒരു കോപ്പ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പോണ ബൈക്ക് കാറിൽ തന്നെ എറിയും. അല്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണേ. ഇതേ നിങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെടാറ് നിങ്ങൾ 5 വർഷത്തിൽ ഒരു പ്രാവശ്യം. അപ്പൊ ഞങ്ങളും ചെയ്യുന്നില്ല വോട്ട് തീരുമാനിച്ച ഒന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും ജയിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ,
ഇപ്പൊ നമ്മളെ ഈ ഒരു കണക്കില് മൂന്നിലൊന്ന് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് അംഗീകരിക്കും. മൂന്നിലൊന്നിൽ കുറഞ്ഞാൽ മാത്രമേ വീണ്ടും ഇലക്ഷൻ വരുള്ളൂ. അതായത് ഒരു 10 ലക്ഷം ആൾക്കാരെല്ലായിടത്ത് 3 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ 3.5 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്താൽ മതി. 3.5 ലക്ഷത്തിൽ കുറഞ്ഞാൽ മാത്രമേ റീപോളിംഗ് അല്ലെങ്കിൽ റീ ഇലക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. വയനാട്ടില് കോൺഗ്രസിനോടുള്ള ഒരു വെറുപ്പും, പൊതുവെ പിന്നെ രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരോടുള്ള വെറുപ്പും, പിന്നെ രാഷ്ട്രീയം കൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ളൊരു തിരിച്ചറിവും, വയനാട്ടില് ഈ എംപിമാര് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തിരിച്ചറിവും ഒക്കെ ജനങ്ങൾക്ക് വന്നു. വയനാടിന്റെ ക്ലേശങ്ങളിൽ ഇവർ ആരും ഇടപെടുന്നില്ല. 8-9 ലക്ഷം ആൾക്കാർ ജീവിക്കുന്ന എത്ര വലിയ വലിയ ടൗണുകൾ, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മേപ്പാടി, എത്ര വലിയ വലിയ ടൗണുകളുണ്ട് അവിടെ അല്ലേ? എത്ര വലിയ ടൗണുകളുണ്ട്. അത്രയും വലിയ ടൗണുകളും അത്രയും ജനവാസ കേന്ദ്രത്തിൽ പോലും ഒരു സർക്കാരിന്റെ ഒരു മെഡിക്കൽ കോളേജ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും. കാരണം അത് ഏറ്റവും ഹൈലാ കിടക്കുന്നത്, ഏറ്റവും ഉയരത്തിൽ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ, വയനാടിന്റെ മാത്രം ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. വയനാട് പറയുമ്പോൾ ഞങ്ങൾക്ക് വയനാട്ടുകാർ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്കൊന്നും അത്ര വലിയ പ്രയാസമില്ല. കാരണം നമുക്ക് തൊട്ടടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ട്, വണ്ടൂര്, നിലമ്പൂരിന്റെ അടുത്ത്. നിലമ്പൂരും കുഴപ്പമില്ലാത്ത ഹോസ്പിറ്റൽ തന്നെയാണ്. പക്ഷെ ആ ഒരു ജില്ല ഒറ്റപ്പെട്ടിരിക്കുന്ന ജില്ലയാണ്. എത്ര ഉയരത്തിലാണ് കിടക്കുന്ന ജില്ല അല്ലെ? ആ ജില്ലയെ അവഗണിക്കുകയാണ്. വയനാടിന് എന്നും അവഗണനയാണ്. വയനാടിന്റെ മക്കൾക്ക് എന്നും ദുരിതമാണ്. ശരിക്കും ആദിവാസികൾക്ക് വേണ്ട രീതിയിൽ ഒരു ഡ്രസ്സ് പോലും ഇല്ല അവിടെ. ഞങ്ങളൊക്കെ നേർക്കാഴ്ച കണ്ടതാ. വയനാട് ചൂരമല പ്രദേശത്തെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന ഡ്രസ്സ് പരിസരങ്ങളെ ആദിവാസി കോളനികളിലേക്കാണ് പോയിരുന്നത്. നിങ്ങൾക്കറിയോ? അവര് മുഷിഞ്ഞ ഡ്രസ്സിൽ വരുന്നത് കാണുമ്പോൾ കരയും, നമുക്ക് കരച്ചിൽ വരും. നിങ്ങൾ ഈ കാണുന്ന വയനാടല്ല മക്കളെ. നിങ്ങളൊക്കെ ടൂർ പോവാനും നിങ്ങളെ എൻജോയ് ചെയ്യാനാണ് വയനാടിനെ യൂസ് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾ ടൂർ പോകാനും എൻജോയ് ചെയ്യാനും മാത്രമാണ് വയനാടിനെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ, ആ വയനാടിന്റെ ഉൾക്കാടുകളിൽ, ഉൾപ്രദേശങ്ങളില് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്, ആദിവാസി കുടുംബങ്ങളുണ്ട്, കോളനി ഏരിയകളുണ്ട്. വാഹനങ്ങൾ നേരാവണ്ണം വാഹനങ്ങൾ പോകാത്ത ഒരുപാട് ഏരിയകൾ ഇന്നും വയനാട്ടിലുണ്ട്. അത് ശരിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വയനാട്ടിലെ ഒരു കോളനി ഊരിലേക്ക് സുബീർവാപ്പും ടീമും പോയി ആ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞത് എന്താ അറിയോ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്നുണ്ട്. ഞങ്ങളെ അന്ന് അവിടെയുള്ള വാർഡ് മെമ്പറേയും കൊണ്ടുപോയിരുന്നു. വാർഡ് മെമ്പർ അവരോട് കരയാണ് പറഞ്ഞിട്ട് ഇവര്, ഞങ്ങളെ മെമ്പറെ അടുത്ത ഉരുൾപൊട്ടൽ ഒരു പക്ഷെ ഞങ്ങളും പോകാൻ സാധ്യതയുണ്ടോ, അത് ഈ മലന്റെ ചോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ മെമ്പർ എന്നാ പറഞ്ഞ, ഞാൻ MLA-ക്കും MP-ക്കും അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതാണ് വയനാടിന്റെ അവസ്ഥ. എന്ത് പരിഹാരം? പരിഹാസമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ പരിഹരിക്കുന്നതിന് പകരം നിങ്ങൾ പരിഹസിക്കുകയാണ് വയനാടിന്റെ മക്കളെ. ഉരുൾപൊട്ടൽ മേഖലകളൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട് ഇല്ലേ? പക്ഷേ അതൊന്നും നേരാവണ്ണം നിങ്ങൾ പ്രയോജനപ്പെടുത്താറില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് അത്രത്തോളം കുടുംബങ്ങൾ പോയത്? അത് വയനാട് ജനസംഖ്യ വളരെ കുറവുള്ള ഒരു ജില്ലയിൽ അത്രയും കുടുംബങ്ങൾ പോവണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ലേ? ഇവരെന്തേലും പറയാ, അത് വീട്ടിൽ പറയാലോ, ചേട്ടനും തലയിൽ കഴിഞ്ഞാൽ ഓനാണ് ഞാൻ ആദ്യം തച്ച്, അപ്പം പറഞ്ഞ ഓനല്ല, ഓനാ മറ്റോനാ തച്ചാറ്. അച്ഛനും അമ്മയും ആകെ ഒരു കൺഫ്യൂഷൻ ആവും. 2 മക്കളുണ്ടെങ്കിലേ, ഒരച്ഛനും അമ്മയ്ക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ രണ്ടാളും കരയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അച്ഛനും അമ്മയും അത് പരിഹരിക്കാൻ ചെല്ലുമ്പോ ഓൻ പറയും ഓനാണ് ഇന്നടിച്ച്, അപ്പൊ മറ്റോൻ പറയും ഇവനല്ല ഓന ഇന്നടിച്ച് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ ആരാ ആദ്യം അടിച്ചെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങോട്ട് ഒന്നും മിണ്ടാതെ പോരേണ്ടി വരും. അതേ അവസ്ഥയാണ് അല്ലേ? കേരളം കേന്ദ്രത്തിന് പറയും, കേന്ദ്രം കേരളത്തിനും പറയും. പക്ഷേ അതിൽ പെടുന്നത് സാധാരണക്കാരായ കുടുംബങ്ങള്, നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യർ. മരിച്ചൊടുങ്ങിയതാരൊക്കെ? നിങ്ങൾ പ്രഹസനമായിട്ട് അവിടെ ആ ക്യാമ്പിലൊക്കെ പോയിട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് വൈറലാക്കി ഒതുക്കേണ്ട കാര്യമില്ല. ആ വൈറലായ ആൾക്കാരൊക്കെ ഇന്ന് എവിടെ? ചിന്തിച്ചോ നിങ്ങൾ അവരെ കുറിച്ച്? എന്നാൽ സാധാരണക്കാരായ ആൾക്കാർ ചിന്തിക്കും. നിങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതികാരം. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ ഞാൻ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്നോട് കുറെ ആൾക്കാർ എന്താ പാപ്പ നിങ്ങൾ നോട്ടൊക്കെ കൊടുത്തു? ഒരു കോട്ടക്കും കൊടുക്കണില്ല. പോളിംഗ് ഇതിനെ പോകുന്നില്ല. നോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ലല്ലോ ആരാ കൊടുത്തെന്നുള്ളത്. അപ്പൊ വോട്ടിങ്ങിന് പോയിട്ടില്ലെങ്കിൽ നമ്മളെ ലിസ്റ്റിൽ അവിടെ ഉണ്ടാവും മൈനസ് സുബീർവാപ്പു അവിടെ വന്നിട്ടില്ല. മതി, എന്റെ ഫാമിലിയിൽ നിന്ന് ആരും പോയിട്ടില്ല വോട്ട് ചെയ്യാം. നിങ്ങളുടെ എന്താ ഞങ്ങളെ വെട്ടിക്കൊല്ലോ? നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഞങ്ങളെങ്ങനെ ഒറ്റപ്പെടുത്തണോ
അതേമാതിരി ഞങ്ങൾ ഒറ്റപ്പെടുത്തുക. ഞങ്ങൾ എന്തൊരു വിഷയം പറഞ്ഞാൽ ഞങ്ങൾ നെവർ മൈൻഡാണ്. സാധാരണക്കാർ ഒരു എം പിക്ക് ഇപ്പൊ ഞങ്ങൾ താങ്ങി പിടിച്ചിട്ട് വോട്ട് തന്നു നോട്ടിക്കോ. ഈ എംപിന്റെ ഒരു വിഷയം, ഈ എംപിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്റേതായിട്ടുള്ള അല്ലെങ്കിൽ നാടിന്റെ കാര്യങ്ങൾ ഞാൻ വരികയാണെങ്കിൽ ആദ്യം പറയും അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ പോയി കാണും. പിന്നെ പറയും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനെ പോയി കാണി. ഓൻ പറയും പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കാണി. ഓൻ പറയും ഓന്റെ വല്യാപ്പാനെ പോയി കാണി. ഇതല്ലേ നിങ്ങളെ അവസ്ഥ? ഈ വോട്ട് ചെയ്യണത് ഇല്ലല്ലോ. അത് കജ്ജിന് കുത്തണട്ടോ, അരിവാളിന് കുത്തണട്ടോ, താമരക്ക് കുത്തണട്ടോ എന്ന് പറയുന്നത് നല്ലോണം വെക്കുമല്ലോ. അവിടെ നിങ്ങൾ എന്ത് പ്രശ്നത്തിലും നിങ്ങൾക്ക് ഒരു എംപിമാർക്കോ MLA-മാർക്കോ ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുമോ? എന്ത് ഏതൊരുവന് വന്നാലും എന്റെ പി അല്ലാതെ നേരിട്ട് എന്നെ വിളിക്കാം, എന്റെ നമ്പർ നിങ്ങൾക്ക് ഇതാ എന്ന് പറഞ്ഞിട്ട് പരസ്യമായിട്ട് നമ്പർ തരാൻ ധൈര്യം ഉണ്ടാക്കണം. അത്രയും കാലമായിട്ട് ഉണ്ടോ? പബ്ലിക്കിന്റെ അടുത്ത് നമ്പറേ കൊടുക്കൂലല്ലോ നിങ്ങള്. നിങ്ങൾക്ക് ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ നമ്പറേ കൊടുക്കൂലല്ലോ. കൊടുക്കോ? നിങ്ങളൊരു പി ഉണ്ടാവും, അതിന്റെ അപ്പുറം വേറൊരു പി ഉണ്ടാവും. ഇങ്ങോട്ട് ഓന് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയും. ഓന് സൗകര്യം എന്റെ വിഷയം അവിടെ കടക്കും മൂലക്കെ. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി മക്കളെ. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി അല്ലേ? വെറുതെ പറഞ്ഞെടുത്ത് തെറ്റെങ്കിൽ തോന്നിയിട്ടുണ്ടോ മക്കളെ? കാര്യമില്ല പറഞ്ഞത്. ഉണ്ണികൃഷ്ണേട്ടൻ പറയുന്നുണ്ട് കറക്റ്റാണ് ബാപ്പു പറയുന്നത്. അങ്ങനെ കറക്റ്റാണെന്ന് 10 ആൾക്കാർ കേൾക്കുമ്പോൾ ഒരാളിങ്ങനെ കറക്റ്റാണെന്ന് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അംഗീകാരം. ഒരാളെയും വിശ്വാസമല്ല. നമ്മളൊരു പ്രശ്നം പറഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റാത്ത, അത് BJP-കാരായിട്ടും കാര്യമില്ല, കോൺഗ്രസ്സുകാരായിട്ടും കാര്യമില്ല, ആരായിട്ടും കാര്യമില്ല. എന്തുകൊണ്ടാണ് ഓരോരുത്തർ പാർട്ടി മാറുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കോൺഗ്രസ്സുകാരൻ എന്തുകൊണ്ടാണ് CPM ആവുന്നത്, ഒരു CPM-കാരൻ എന്തുകൊണ്ടാണ് BJP ആവുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവന്റെ പ്രശ്നം. അപ്പൊ ഞാൻ കോൺഗ്രസ് അനുഭാവി ഫാമിലി ആയിരുന്നു ആദ്യം. പക്ഷെ ഞാൻ ആർക്കും കൊടി പിടിച്ചിരുന്നുണ്ടായില്ല. എന്റെ ഫുൾ ഫാമിലി ഇപ്പോഴും ഞാൻ ഒഴികെ എല്ലാവരും കോൺഗ്രസ് അനുഭാവി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ട് സുബൈർ ബാപ്പു കോൺഗ്രസ് നിന്ന് മറ്റു BJP-യിലേക്ക് പോയി. കോൺഗ്രസ്സുകാരുടെ ഒരു വിഷയമാണ്. കോൺഗ്രസ്സുകാർ അതിൽ ഗാന്ധിസം പറഞ്ഞു നടന്നു. അപ്പൊ ഗാന്ധിസം പറയുമ്പോൾ നമ്മുടെ മേലിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ എന്റെ ബോഡി കാക്കണം, എന്റെ ശരീരം കാക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. അപ്പൊ ആരാണോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അവരൊപ്പം പോയി. പിന്നെ ആ പോയ ആൾക്കാരോട് എന്തിനാ സുബൈർ ബാപ്പുവിന് വെറുപ്പ് നിൽക്കും? വെറുപ്പ് എനിക്ക് അവരോട് ആരോടും ഇല്ല. പക്ഷെ അവര് നല്ല മനുഷ്യരാന്ന് കരുതി പല ആൾക്കാരും സാമ്പത്തിക ഇടപാടിൽ വളരെ മോശമായിട്ട് നിൽക്കുന്നു. പാർട്ടിയുടെ പേരും പറഞ്ഞ് പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റുന്നു. അപ്പൊ നമുക്ക് ഇവരോടൊക്കെ മുഷിപ്പാണ്. കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, നമ്മൾ നല്ല മനുഷ്യരെ എന്ന് കരുതുന്ന ആൾക്കാർ പലരും നല്ലരല്ല. പലരും പാർട്ടി ഫണ്ട് കിട്ടിയിട്ടാണ് ഫ്ലെക്സ് ബോർഡ് പോലും മുട്ടിക്കാനും വെക്കാനും പോയിട്ടുള്ളത്. അല്ല നിങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? പറയുന്നാല് ഞാൻ 1 രൂപ പോലും പാർട്ടി ഫണ്ട് വാങ്ങിയിട്ടില്ല, ഞാൻ എന്റെ പ്രദേശങ്ങൾ ഫുള്ള് ഫ്ലെക്സ് ബോർഡ് ഞാനാണ് കൊണ്ടേ വെച്ചത്, 100 രൂപ പോലും ഞാൻ പാർട്ടി ഫണ്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും പാർട്ടിക്കാരനെ ഒന്ന് കമന്റ് ചെയ്തിരിക്കുക നിങ്ങൾ. അത് കോൺഗ്രസ്സുകാരും BJP-കാരും CPM-മാരും ആയിക്കോട്ടെ. ഞാനൊരു ബൂത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു ഏരിയ മെമ്പറോ ആയിട്ട് 1 രൂപ പോലും ഞാൻ പാർട്ടി ഫണ്ടിൽ നിന്ന് വാങ്ങാതെയാണ് ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടോ? ഇല്ല. നിങ്ങൾക്കൊക്കെ ആവശ്യം നിങ്ങൾ പണിട്ട് കൂലിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു MLA അല്ലെങ്കിൽ ഒരു MP നിങ്ങൾക്ക് ഒരു 25,000 തരികയാണ് ഒരാൾക്ക്. എടാ എന്നാ 25 എന്റെ അക്കൗണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ഇവിടെ വന്നാ ബ്ലാക്കിലാണ് തരുന്നത് പറഞ്ഞിട്ട് 25,000 50,000 തരിക. രാത്രി വിളിച്ചിട്ട് എന്റെ ഏരിയയിലെ എല്ലാ ആൾക്കാരും കൊണ്ട് വോട്ട് ചെയ്യണ്ടോ, നിനക്ക് വണ്ടിക്കൂലി അവർക്ക് പോകുമ്പോൾ ചായയും വെള്ളവും വാങ്ങിക്കൊടുത്തോണ്ടി എന്ന് പറഞ്ഞിട്ട് ഇവൻ പൈസ കൊടുത്തിട്ട് നിന്റെ വോട്ട് വിലക്ക് വാങ്ങി ഇവൻ പിന്നെ 2 ലക്ഷം രൂപ പെർ മന്ത് ശമ്പളം വാങ്ങിയിട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. ആണ്ട് നിഷേധിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് തോന്നും. ഇതൊക്കെ സുബൈർ ബാപ്പു കറക്റ്റാ പറയണത്. അപ്പൊ അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെ നിശ്ചയിച്ച് നടന്നോളൂ. സുബൈർ ബാപ്പു പറയാനുള്ളത് വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.